കോൺഫറൻസിൽ നമ്മളെ ഓരോരുത്തരെ നിറയ്ക്കുവാൻ അവർ കാത്തിരിക്കുക. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. And with the power of God. My friend, let me tell you this morning. ഒരു കാര്യം ഞാൻ പറയട്ടെ സ്നേഹിതരെ, God wants to fill you more than you want to be filled. നിങ്ങളെ മുമ്പ് നിറഞ്ഞതിനേക്കാൾ കൂടുതൽ നിറയ്ക്കുവാൻ എന്റെ യേശുവിന് താല്പര്യമുണ്ട്. He wants to use you more than you want to be used. നിങ്ങളുടെ മുൻകാലങ്ങൾ ദൈവത്തിന്റെ കാര്യങ്ങൾ ഉപയോഗിക്കപ്പെട്ടതിനേക്കാൾ ശ്രേഷ്ഠകരമായ രീതിയിൽ നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. He wants to change you more than you want to be changed. നിങ്ങൾ മാറ്റപ്പെട്ടതിനേക്കാൾ കൂടുതലായി നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ എന്റെ യേശുവിന് താല്പര്യമുണ്ട്. ആമേൻ. We always hear about the book of Acts chapter 2. നമ്മളെപ്പോഴും അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. That's when the Holy Spirit fell. ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ, that's when they were filled with the Holy Ghost. അവരെല്ലാവരും ആത്മാവിനാൽ നിറയപ്പെട്ടു. But I want you to realize something. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. The story of the Holy Spirit baptizing the 120. 120 പേരെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടതായ ആ ദിവസം, it's found in the beginning of the book of Acts, not at the end of the book of Acts. അത് അപ്പോസ്തലപ്രവൃത്തി ആരംഭ അധ്യായങ്ങളിലാണ് നാം കാണുന്നത്, അവസാന അധ്യായങ്ങളിലല്ല. Do you know why it's at the beginning instead of the end? എന്തുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി പുസ്തകത്തിന്റെ ആരംഭത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുന്നത് നിങ്ങൾക്ക് അറിയാമോ? Because the baptism in the Holy Spirit is not the final work. It's just the beginning of what God's going to do in your life. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതായ പ്രവൃത്തിയുടെ അവസാനത്തെ കാര്യമല്ല. പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. Praise the Lord. Some people receive the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിനാൽ ജനങ്ങൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ they speak in tongues. അവർ അന്യഭാഷകൾ സംസാരിക്കും. They fall on the floor. അവർ തറയിൽ വീണുന്നിരിക്കും. And they say, that's it, I've got it all. അവർ പറയും, ഒരു പക്ഷേ ദൈവമേ ഇത് മതി, എനിക്ക് മതി, I've got everything God has for me. എനിക്ക് ദൈവം ഒരുക്കിയതെല്ലാം ഞാൻ ലഭിച്ചു കഴിഞ്ഞു. My friend, can I tell you, when the Holy Spirit comes on you, it's not the end, it's only the beginning. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം രാവിലെ കാലം ഉറക്കെ പറയട്ടെ, തറപ്പിച്ച് പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ശുശ്രൂഷയുടെ അവസാനമല്ല, അത് ആരംഭം മാത്രമാണ്. ആമേൻ. Praise the Lord. The baptism of the Holy Spirit is your launching pad here this week. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു പറയുന്നത് ശുശ്രൂഷയുടെ ചവിട്ടുപടി ആരംഭ അനുഭവമാണ്. From here, you're going to take off and touch the world. അവിടെ അവസാനിക്കുകയല്ല, ലോകത്തിന്റെ വൻകരങ്ങളെ സ്പർശിക്കുവാൻ നിങ്ങൾ അവിടുന്ന് ആരംഭിക്കാൻ പോകുകയാണ്. There was only 120 in the upper room. ഓ, മാളിക മുറിയിൽ 120 പേരെ കടന്നു വന്നത്. Those 120 120 പേര് have gone to every nation. അവര് ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ കടന്നുപോയി. And to every continent. ഓ, എല്ലാ ഭൂഖണ്ഡങ്ങളും കടന്നുപോയി. And their message has touched the ends of the earth. അവിടെ സന്ദേശങ്ങൾ ഭൂഗോളത്തിന്റെ അടിസ്ഥാനങ്ങളെ സ്പർശിച്ചു. And today there are hundreds of millions of people that believe the gospel because the Holy Spirit fell in the upper room that day. ഓ, മാളികമുറിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് മുഖാന്തരം ലോകത്തിന്റെ 5 വരങ്കരകളിലായി ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ആത്മാവിനാൽ നിറയപ്പെട്ടവർ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്. Every church that has ever been planted was a result of that day. ലോകത്തിന്റെ 5 വരങ്കരകളിൽ സ്ഥാപിക്കപ്പെട്ട സകല സഭകളും ഈ അഭിഷേകത്തിന്റെ പ്രതിഫലമാണ്. Every Bible school ever started was a result of that day. എല്ലാ ശുശ്രൂഷാ കേന്ദ്രങ്ങളും എല്ലാ മാധ്യമങ്ങളും എല്ലാ ബൈബിൾ കോളേജുകളും അതിന്റെ ഫലങ്ങളാണ്. Every revival that has ever happened was a result of that day. ലോകമെമ്പാടും ഉണ്ടായിട്ടുള്ളതായ വലിയ ഉണർവ് ആ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ഫലമാണ്. Every salvation, എല്ലാ രക്ഷയും, every healing, എല്ലാ സൗഖ്യവും, every deliverance, എല്ലാ വിടുതലും in all the world, ലോകം മുഴുവൻ നടന്ന സകല കാര്യങ്ങളും, in all of history, ലോക ചരിത്രത്തിൽ നടന്ന സകല കാര്യങ്ങളും can all be traced back to that one day. പുറകോട്ടിറങ്ങി പഠിച്ചാൽ പോയി നിൽക്കുന്നത് മാളിക മുറിയിലാണ്. But there was only 120 people. എന്നൊരു കാര്യം ഓർക്കണം, അവിടെ വലിയ കൂട്ടമില്ലായിരുന്നു, വെറും 120 പേര് മാത്രം. I want you to look around here this morning. ദയവായി അങ്ങോട്ടും ഇവിടെ നോക്കിക്കേ എല്ലാവരും ഒന്ന്. Look at the thousands that are gathered here. ഒന്ന് ചുറ്റും നോക്കിക്കേ, എത്ര ആയിരങ്ങൾ അവിടെ കൂടി വന്നിരിക്കുന്നത്. Imagine what God could do with this city and with this nation if he could get a hold of every man and woman and boy and girl that's here this morning. ഇന്ന് രാവിലെക്കാൾ ഞാൻ പറയാൻപ്പെടുന്നതായ ആഗ്രഹിക്കുന്ന കാര്യം, മാളിക മുറിയിൽ 120 പേരെ കൊണ്ട് ദൈവത്തിന് ആ കാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? He could shake Cochin. രാജ്യങ്ങളെ പിടിച്ചു കുലുക്കുവാൻ നമുക്ക് കഴിയും. He could shake Kerala. കേരളത്തെ കുലുക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയും. He could shake India. ഇന്ത്യയെ കുലുക്കി മറിക്കുവാൻ നമ്മളാൽ കഴിയും.
He could shake Pakistan. പാകിസ്ഥാനെ കുലുക്കുവാൻ ദൈവമക്കളെ കൊണ്ട് He കഴിയും. could shake all of Asia ഏഷ്യയെ കുലുക്കുവാൻ ദൈവമക്കളാൽ കഴിയും. and all of the world. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു കൂട്ടമായി ദൈവം നമ്മളെ ഉയർത്താൻ പോകുകയാണ്. With what happens here this week. അത് ഈ വ്യാരാന്ത്യത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ പന്തലിന്റെ കീഴിൽ ഇവിടെ ആരംഭിക്കട്ടെ. Because He's going to give you something to give. കാരണം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മേൽ ദൈവം പകരാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്ന കാര്യങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. He says, freely you've received. അത് നിങ്ങൾ സൗജന്യമായി ലഭിക്കുന്ന, Freely give. അത് സൗജന്യമായി ലഭിച്ചെങ്കിൽ സൗജന്യമായി കൊടുക്കണം. Freely you've received. സൗജന്യമായി ലഭിച്ചു, Freely give. സൗജന്യമായി കൊടുക്കണം. In Acts chapter 2, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം, the Holy Spirit fell. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നു. And I feel as though the disciples were almost expelled out of that upper room. ഞാൻ വിചാരിക്കുന്നു ആത്മാവിനാൽ നിറയപ്പെട്ടതായ 120 പേര് ആ ശിഷ്യന്മാർ അവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകിപ്പോയി. They had been ignited with a fire. അവർ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ തീയാൽ പിടിക്കപ്പെട്ടവരായി. A type of fire that had never consumed flesh before. ശാരീരികത്തെ ഒരിക്കലും നശിപ്പിക്കാത്ത, ദഹിപ്പിക്കാത്ത ഒരു പ്രത്യേകമായ സ്വർഗീയ അഗ്നി. They were ablaze with the glory of God. ദൈവത്തിന്റെ തേജസ്സിനാൽ നിറയപ്പെട്ടവരായി. They were ignited by the anointing. അവർ ആത്മാവിനാൽ നിറയപ്പെട്ടവരായി. And I love Acts chapter 2. എനിക്കറിയാം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ. But I really love Acts chapter 3. എനിക്ക് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം വളരെ ഇഷ്ടമുള്ള ചാപ്റ്ററാണ്. Because in Acts chapter 3 we begin to see what happened as a result of the day of Pentecost. പെന്തക്കോസ്ത് നാളിൽ നടന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഫലം നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിലാണ്. I want to read something to you. ആ വാക്യം വായിപ്പാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. I was not planning on preaching about this morning. ആ ഭാഗം ഞാൻ ചിന്തിപ്പാനോ പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിച്ചല്ല, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ആ വഴിയിൽ നടക്കുകയാണ്. But I feel like the Holy Spirit wants to speak to us. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. Is that okay with you? Please. In Acts chapter 3, അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം, it says that Peter and John went up together into the temple, being the hour of prayer, the 9th hour. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്ത് പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, And a certain man lame from his mother's womb was carried, whom they laid daily at the gate of the temple, which is called Beautiful, to ask alms of them which entered into the temple. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചുമന്നുകൊണ്ട് വന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയത്തെ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. Who, seeing Peter and John about to go into the temple, പത്രോസും യോഹന്നാനും പ്രാർത്ഥിപ്പാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോവുകയാണ്. asked them for an alms. അവരെ പ്രാർത്ഥിപ്പാൻ വേണ്ടി കടന്നു പോകുന്ന അനുഭവം. And Peter, fastening his eyes upon him with John, said, "Look at us." പത്രോസും യോഹന്നാനും ചേർന്ന് മുടന്തനായ മനുഷ്യൻ നോക്കിയിട്ട് പറയാണ്, ഞങ്ങളെ സൂക്ഷിച്ചു നോക്കിക്കേ. And he gave heed unto them, expecting to receive something അപ്പോൾ from them. മുടന്തനായ മനുഷ്യൻ വളരെ ശ്രദ്ധയോടെ അവരെ നോക്കി വല്ലതും ലഭിക്കുമെന്ന് വിചാരിച്ചു. Then Peter said, "Silver and gold I have none, but such as I have I give unto thee. In the name of Jesus Christ of Nazareth, rise up and walk." 6-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലം കൈ പിടിച്ചു, എഴുന്നേൽപ്പിച്ചു. And he took him by the right hand and lifted him up, and immediately his feet and ankle bones received strength. നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണി ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. There's 3 characters in this story. ഈ കഥയിൽ 3 വ്യക്തികളെ കാണുവാൻ കഴിയും. There's a lame man. ഒരു മുടന്തനായ മനുഷ്യൻ. The Bible says that he was laid at the gate of the temple daily. ദൈവത്തിന്റെ വചനം പറയുന്നു, ദിനം പ്രതി അവരെ ദേവാലയത്തിന്റെ വാതിൽക്കൽ ഭിക്ഷ യാചിപ്പാൻ കൊണ്ടുവന്നു. Say daily. എല്ലാ ദിവസവും പറഞ്ഞാട്ട്, എല്ലാം ചേർന്ന് പറഞ്ഞാട്ട്, എല്ലാ ദിവസവും ദിനം പ്രതി. എല്ലാവരും ചേർന്ന് ദിനം പ്രതി എന്ന് പറഞ്ഞാട്ട് ഉറക്കെ ശബ്ദം ഉയർത്തി. വെരി ഗുഡ്. How often is daily? ദിനം പ്രതി എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞേ, എപ്രകാരം, എത്ര ദിവസമാണ്? യെസ്. Does that mean he was there once a week? ആഴ്ച ഒരിക്കലാണോ? Or once a year? വർഷത്തെ ഒരിക്കലാണോ? How often was he laid at the gate of the temple? You tell me. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയണം. എപ്പോഴാണ് മുടന്തനായ മനുഷ്യനെ ദേവാലയത്തിൽ വാതിൽ കൊണ്ടുവന്നത്? ചേർന്ന് പറ, ദിനം പ്രതി. ഉറക്കെ പറഞ്ഞ, ദിനം പ്രതി. യെസ്.
every day. ദിനം പ്രതി. The reason this is interesting to me അതിന്റെ റീസൺ വളരെ രസകരമാണ്. is because the temple was a place